എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു റെയിൻബോ വാൾ ഡെക്കറേഷൻ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ഒരു മാക്രമേ ത്രെഡ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ റെയിൻബോ ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് റെയിൻബോ കളേഴ്സ് വേണം. ഇപ്പം നമ്മുടെ കയ്യിൽ റെയിൻബോ കളേഴ്സിൻ്റെ യാണുണ്ട്, ഒരു കത്രിക, പിന്നെ ഒരു മെഷറിംഗ് ടേപ്പ്, പിന്നെ ഒരു ഗ്ലൂ ഗണ്ണ്, ഡെക്കറേഷന് വേണ്ടിയിട്ട് റിബണ്, പിന്നെ ഒരു കാർഡ്ബോർഡുമാണ് വേണ്ടത്. നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ മാക്രമേ ത്രെഡ് കട്ട് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ എത്ര കളേഴ്സ് വെച്ചിട്ടാണോ ചെയ്യുന്നത് അത്രയും നമ്പേഴ്സ് കട്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 30 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ്. അവിടുന്ന് പിന്നെ ഒരു ബൈ 2 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്താൽ മതി. നെക്സ്റ്റ് 32, നെക്സ്റ്റ് 34 അങ്ങനെ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്താൽ മതി. നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫസ്റ്റ് എണ്ണം കട്ട് ചെയ്യാം. കറക്റ്റ് മെഷർമെൻറ്റ് വേണമെന്നില്ല, ഒരു അപ്രോക്സിമേറ്റ് ആയാൽ മതി. നമ്മളെല്ലാം അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം റെയിൻബോയുടെ ഷേപ്പിലേക്ക് ആക്കി വയ്ക്കാം. മാക്സിമം അടുപ്പിച്ച് തന്നെ വെക്കാൻ ശ്രമിക്കുക. അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോരോ ട്വൈനിലും ആ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ഒട്ടിച്ചിട്ട് വരാം. നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും ചെറുതാണ് നമ്മൾ എടുക്കേണ്ടത്. ഫസ്റ്റ് കളർ വയലറ്റ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ വയലറ്റ് നമ്മൾ ഫസ്റ്റ് കളർ എടുത്തിട്ട് ഈ സെല്ലോ ടേപ്പിനോട് അടുപ്പിച്ചിട്ട് ഒരു കെട്ട്, സാധാരണ കെട്ട്, അധികം ടൈറ്റ് ആക്കാണ്ട് കെട്ട്. ഫസ്റ്റ് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ സെല്ലോ ടേപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മാത്രം ടൈറ്റ് ആക്കുക. ഇനി നമ്മൾ കെട്ടുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൂസ് എൻഡില്ലേ ഇതിനോട് വെച്ചിട്ട് ഈ വയറ് റൗണ്ട് ചെയ്യുക. ഈ വയറ് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുപ്പിച്ച് വേണം ചുറ്റാൻ വേണ്ടിയിട്ട്. ഈ വെള്ള കളർ കാണാൻ പാടില്ല. അങ്ങനെ നമുക്ക് ചുറ്റിയെടുക്കാം. ഇത് മുഴുവൻ ചുറ്റിയിട്ട് വരാം. നമ്മളിവിടെ ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്, കാണുന്നില്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലറ്റ് ചെയ്ത മാതിരി തന്നെ നമുക്കിനി ബാക്കിയുള്ള എല്ലാ കളേഴ്സും ചെയ്തിട്ട് വരാം. നമ്മളെല്ലാ ഇതും ചുറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെയൊക്കെ സെല്ലോ ടേപ്പ് അങ്ങ് എടുത്ത് മാറ്റാം. നമ്മളെല്ലാ കളേഴ്സിൻ്റെയും സെല്ലോ ടേപ്പ് നീക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു കാർഡ്ബോർഡിനകത്ത് ഒട്ടിക്കുകയാണ് വേണ്ടത്. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ബുക്കിൻ്റെ കവറാണ്, അത് മതി. നമ്മൾ ഫസ്റ്റ് ഇത് വെക്കാം. ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് ഓൺ ചെയ്യാം. നമുക്ക് റെഡി ആക്കാം. അപ്പം നമ്മൾ റെയിൻബോ മുഴുവൻ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഔട്ടർ ഉള്ളത് കട്ട് ചെയ്യാം. നമ്മളെല്ലാം ഇനി ഇത് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. ഇത് സ്ട്രെയിറ്റ് ആക്കി വെച്ചതിന് ശേഷം ഒരേ ഹൈറ്റ് തന്നെ ഇവിടെയും കട്ട് ചെയ്യാം. ഇനി നമ്മൾ ലേസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയൊക്കെ കണ്ടില്ല ഒരു ഇംപെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഇംപെർഫെക്ഷൻ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലേസ് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ലേസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് ചെറുതായിട്ട് ഹൈഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 എണ്ണം കട്ട് ചെയ്യുക, 2 ലേസ്. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിത് കോംബ് ചെയ്യാം. ഞാൻ 2 സൈഡും കോംബ് ചെയ്തിട്ടുണ്ട്. കോംബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് 2 സൈഡിലൊരു അൺഈവൻനെസ് ഉണ്ട്. ഇവിടെ ഇച്ചിരി ചെറുതും അവിടെ ഇച്ചിരി ഇതുമാണ്. നമുക്ക് മെല്ലെ കട്ട് ചെയ്തെടുക്കാതെ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റിക്ക് ചെയ്ത് തൂക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ഹാങ്ങിങ് വെക്കാം. ഹാങ്ങിങ് വെക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഏതെങ്കിലും ഒരു ചെറിയ ഇത് വെച്ചിട്ട് ഇവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്.